വെൽക്കം ബാക്ക് ടു വരാന്ത റേസ് യൂട്യൂബ് ചാനൽ. സമ്മപ്പ് സീരീസ് 2023 എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷബാന. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് റിപ്പോർട്ട്സ് ആൻഡ് ഇൻഡെക്സ് ആയിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണൽ റിപ്പോർട്ടുകളും അവരുടെ ഇൻഡെക്സുകളുമായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഏകദേശം ഒരു 5 ഡിസ്കസ് ചെയ്തിരുന്നു. അത് കാണാത്തവരാണെങ്കിൽ പഴയ വീഡിയോസ് കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർനാഷണലി റെലവെന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതുപോലെ റിപ്പോർട്ടുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ഇൻഡെക്സുകളാണ് 2023 പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, ആ ലിസ്റ്റിൽ ആരാണ് ടോപ്പ് ആയിരിക്കുന്നത്, ഗ്ലോബലി ടോപ്പ് ആയിരിക്കുന്നത് ആരാ, ഗ്ലോബലി ബോട്ടം ലിസ്റ്റിൽ ആരാ കിടക്കുന്നത്, അതുപോലെ ഇന്ത്യയുടെ പൊസിഷൻ ഏതൊക്കെ പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് ഡിഫറെന്റ് ഇൻഡെക്സുകൾ മെഷർ ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൈകാതെ നമുക്ക് ഇന്നത്തെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഒന്നാമതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഗ്ലോബൽ യൂണിക്കോൺ റാങ്കിങ്സ് ആണ്. യൂണിക്കോൺ അപ്പോൾ നമ്മൾ കണ്ടുവരുന്ന യൂണിക്കോൺസ് അല്ല, നമുക്ക് അറിയാവുന്ന യൂണിക്കോൺ അല്ല. യൂണിക്കോൺ കമ്പനി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ യൂണിക്കോൺ കമ്പനീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം $1 ബില്യൺ ടേൺ ഓവർ ഉള്ള കമ്പനികളെയാണ് നമ്മൾ യൂണിക്കോൺ കമ്പനികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലോബൽ ആയിട്ട് നമ്മൾ എത്രത്തോളം യൂണിക്കോൺ കമ്പനീസ് ഓരോ കൺട്രികളിലും ഉണ്ട് എന്നുള്ള ഒരു കണക്കെടുത്ത സമയത്ത് ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 3ാമതാണ് കിടക്കുന്നത്. ഇന്ത്യ റാങ്ക്സ് 3rd in global unicorn rankings with എത്ര കമ്പനികളുണ്ട്? യൂണിക്കോൺ കമ്പനീസ് ഇന്ത്യയിൽ ഏകദേശം 72ഓളം യൂണിക്കോൺ കമ്പനികളുണ്ട്. 72ഓളം യൂണിക്കോൺ കമ്പനികളുണ്ട്. മൊത്തം ലിസ്റ്റിൽ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 3ാമതാണ്. അപ്പൊ ആദ്യത്തെ 2 പൊസിഷൻ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത് ആരൊക്കെയായിരിക്കും? അത് ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ 2 പൊസിഷൻ എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, നമ്മുടെ US ആണ്. US വിത്ത് 668 യൂണിക്കോൺ കമ്പനീസ്. 668 യൂണിക്കോൺ കമ്പനീസ് ആണ് അമേരിക്കയിൽ അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഉള്ളത്. സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചൈനയാണ് വിത്ത് 172 യൂണിക്കോൺ കമ്പനീസ്. അപ്പോൾ ആദ്യത്തെ 3 പൊസിഷൻസ് ഇമ്പോർട്ടന്റ്, അത് പഠിച്ചു വെക്കണം. ആദ്യത്തെ ഫസ്റ്റ് പൊസിഷൻ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത് അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആണ്. 668 യൂണിക്കോൺ കമ്പനീസ് ഉണ്ട്. സെക്കൻഡ് ചൈനയാണ് 172. തേർഡ് ആണ് നമ്മുടെ ഇന്ത്യ വരുന്നത് വിത്ത് 72 യൂണിക്കോൺ കമ്പനീസ്. അപ്പൊ ആദ്യത്തെ 3 പൊസിഷൻസ് ഓർത്തു വെക്കുക. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അമേരിക്ക, ചൈന ആൻഡ് ഇന്ത്യ 668 യൂണിക്കോൺ കമ്പനീസ്, 172 ആൻഡ് ഇന്ത്യയിൽ 72 യൂണിക്കോൺ കമ്പനീസ് ഉണ്ടെന്നാ പറയുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം നമുക്ക്. അപ്പൊ എന്താ ഈ യൂണിക്കോൺ കമ്പനീസ് എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യസ് യൂണിക്കോൺ കമ്പനീസ് plays a pivotal role in the global unicorn landscape, contributing to a substantial 5% to the total valuation of unicorn companies. അതായത് മൊത്തത്തിലുള്ള വേൾഡിലെ യൂണിക്കോൺ കമ്പനീസുകളുടെ ലിസ്റ്റുകൾ എടുക്കുകയാണെങ്കിൽ ആ ലിസ്റ്റുകളിൽ ഏകദേശം 5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യയിലെ യൂണിക്കോൺ കമ്പനീസ് ആണ്. ആ 72 യൂണിക്കോൺ കമ്പനീസ് എന്ന് പറഞ്ഞില്ലേ, അത് വേൾഡിലെ തന്നെ ടോട്ടൽ കണക്കെടുക്കുന്ന സമയത്ത് 5% വരുന്നുണ്ട്. ഓക്കെ, അടുത്ത എന്താ, ഇത് ആരായി ഈ ഡാറ്റ പബ്ലിഷ് ചെയ്തത് അല്ലെങ്കിൽ ആരായി ഒരു ഡാറ്റ സർവേ കണക്കെടുത്ത് പബ്ലിഷ് ചെയ്തത് പുറത്തു വിട്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദ റിസർച്ച് സ്റ്റഡി കണ്ടക്ടഡ് ബൈ ജേർണലിസ്റ്റ് ഓർഗ്. അപ്പൊ ജേർണലിസ്റ്റ് ഓർഗ് എന്ന് പറയുന്ന പബ്ലിക്കേഷൻ ആണ് ഈ ഒരു ഡാറ്റ കളക്ട് ചെയ്തത്. അല്ലെങ്കിൽ ഡിഫറെന്റ് പാരാമീറ്റേഴ്സിനെ വെച്ചുകൊണ്ട് ഈ ഒരു ഡാറ്റ റാങ്ക് ലിസ്റ്റ് കണക്കെടുത്തുകൊണ്ട് ഈ ഒരു ലിസ്റ്റ് പട്ടികപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ജേർണലിസ്റ്റ് ഓർഗ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു ഇന്ത്യൻ കമ്പനി ഇതേപോലെ ഒരു 36th പൊസിഷനിൽ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗ്ലോബൽ യൂണിക്കോൺ റാങ്കിങ്സ് എടുക്കുമ്പോൾ. അപ്പൊ ഫസ്റ്റ് ഇന്ത്യൻ കമ്പനി ആ ഒരു റാങ്കിങ്ങിൽ ആദ്യത്തെ ഇന്ത്യൻ കമ്പനി ആയിട്ട് ഏത് കമ്പനിയാണ് ആ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബൈജൂസ് ആപ്പാണ്. ബൈജൂസ് എത്രയാ? 36th പൊസിഷൻ ടോട്ടൽ റാങ്കിങ്. നമ്മൾ കൺട്രി വൈസ് നമ്മൾ പട്ടികപ്പെടുത്തും. അതുപോലെ തന്നെ കമ്പനികൾ അവരുടെ ടേൺ ഓവറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പട്ടികപ്പെടുത്തും. അപ്പൊ അതിൽ 36th പൊസിഷൻ ആണ് ഇന്ത്യയിൽ നിന്നുള്ള ബൈജൂസ് എന്ന് പറയുന്ന ബൈജൂസ് ആപ്പ് അല്ലെങ്കിൽ ബൈജൂസ് എന്ന് പറയുന്ന കമ്പനി ഒക്യുപ്പൈ ചെയ്യുന്നത്. അവരുടെ ടേൺ ഓവർ എത്ര, വാല്യുവേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ $11.50 ബില്യൺ ആണ്, US ആണ്. $11.50 ബില്യൺ ആണ്. അപ്പൊ ഇത് 2023 കണക്കാ. ഇപ്പോ പുറത്തു വരുന്ന ന്യൂസുകൾ വേറെയാ. അപ്പൊ ഓക്കെ, ഇനി ചൈന ഹോൾസ് ദി എന്താ സെക്കൻഡ് ഹയസ്റ്റ് പൊസിഷൻ. നമ്മൾ പറഞ്ഞു US ആണ് ഫസ്റ്റ്, സെക്കൻഡ് ചൈനയാണ്, തേർഡ് ആണ് നമ്മുടെ ഇന്ത്യ വരുന്നത് അല്ലെ. യൂണിക്കോൺ കമ്പനീസ് ബോസ്റ്റിംഗ് എ ടോട്ടൽ ഓഫ് 172 യൂണിക്കോൺ കമ്പനീസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ 172 യൂണിക്കോൺ കമ്പനികളുടെ ടോട്ടൽ വാല്യൂവേഷൻ എത്ര വിലയുണ്ട് അല്ലെങ്കിൽ ആ ഒരു ടേൺ ഓവർ നമ്മൾ കണക്കെടുക്കുമല്ലോ, അത് നോക്കുന്ന സമയത്ത് ഏകദേശം $641.67 ബില്യൺ ആണ്
ചൈനയിലെ മാത്രം 172 യൂണിക്കോൺ കമ്പനീസുകളുടെ വാല്യുവേഷൻ കണക്കെടുക്കുമ്പോൾ വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നോക്കിയത്? ടോപ്പ് 3 പൊസിഷൻസ് നോക്കിയിരുന്നു. ആരാണ് ഡാറ്റ പബ്ലിഷ് ചെയ്തത്? ജേർണലിസ്റ്റ് ഓർഗ് എന്ന് പറയുന്ന പബ്ലിക്കേഷനാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ 72 യൂണിക്കോൺ കമ്പനീസ് എന്ന് പറയുന്നത് ടോട്ടൽ എടുക്കുകയാണെങ്കിൽ ഗ്ലോബലി എല്ലാ കൺട്രീസിന്റെയും യൂണിക്കോൺ കമ്പനീസുകളുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ 5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു പറഞ്ഞു. ആദ്യമായിട്ട് യൂണിക്കോൺ കമ്പനികളുടെ ലിസ്റ്റുകളിൽ ആദ്യമായി ഒരു ഇന്ത്യൻ കമ്പനി ഇടം പിടിച്ചിരിക്കുന്നത് ആരാണ്? ബൈജൂസ് ആണ്. വിത്ത് 36 പൊസിഷൻ ആണ്. എത്ര ടേൺ ഓവർ? $11.50 ബില്യൺ US ടേൺ ഓവർ ആയിരുന്നു 2023 ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ചൈനയിൽ 172, സെക്കൻഡ് പൊസിഷൻ ചൈനയ്ക്കാണ്. 172 യൂണിക്കോൺ കമ്പനീസ് ഉണ്ട്. അവരുടെ വാല്യുവേഷൻ ആണ് $641.67 ബില്യൺ US എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ? ഇനി ഈ ചൈനയിൽ തന്നെ ഏത് കമ്പനിയാണ്? അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ തന്നെ ഗ്ലോബലി നമ്മൾ കമ്പനികളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ 36th പൊസിഷനാണ് ഇന്ത്യൻ കമ്പനി ആയിട്ടുള്ള ബൈജൂസ് ആപ്പിന് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ ബൈറ്റ് ഡാൻസ് എന്ന് പറയുന്നത് നമ്മുടെ പണ്ടത്തെ ടിക്ടോക്ക്, നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുന്ന ഒരു ആപ്പ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ആണ് ടിക്ടോക്ക് എന്ന് പറയുന്നത്. അതിന്റെ തന്നെ ഒരു വേറെ അവർ പാരന്റ് കമ്പനി ആയിട്ടുള്ള അവർ പുറത്തുവിട്ടിട്ടുള്ള വേറൊരു ആപ്പാണ് ബൈറ്റ് ഡാൻസ് എന്ന് പറയുന്ന ഒരു ആപ്പ്. അപ്പോൾ അവരുടെ ബൈറ്റ് ഡാൻസിനാണ് ഏറ്റവും കൂടുതൽ എന്തെന്ന് പറയുന്നത് ടേൺ ഓവർ കിട്ടിയിരിക്കുന്നത്. ചൈനയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ $225 ബില്യൺ $225 ബില്യൺ US ആണ് ബൈറ്റ് ഡാൻസ് എന്ന് പറയുന്ന ആപ്പിന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താ? ചൈനാസ് യൂണിക്കോൺ ലാൻഡ്സ്കേപ്പ് കോൺട്രിബ്യൂട്ട്സ് ഏകദേശം നമ്മൾ 5% നമ്മുടെ ഇന്ത്യയുടെ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താ? ഗ്ലോബലി എടുക്കുന്ന സമയത്ത് 17% ആണ് ചൈനയുടെ കമ്പനികൾ മൊത്തം. 172 യൂണിക്കോൺ കമ്പനീസിനെ മൊത്തമാക്കി എടുക്കുമ്പോൾ ഏകദേശം ഗ്ലോബലി 100% ഉണ്ടെങ്കിൽ അതിൽ 5% നമ്മുടെ ഇന്ത്യ, അതുപോലെ 17% ചൈനയാ വരുന്നത്. ഓക്കെ, ഇന്ത്യ ആൻഡ് ചൈന 668 യൂണിക്കോൺ കമ്പനീസ്. അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക US-ന്റെ നമ്മൾ പറഞ്ഞിരുന്നു ടോട്ടൽ 668 യൂണിക്കോൺ കമ്പനീസ് ഉണ്ടെന്നുള്ളത്. അത് ഏകദേശം 54% കണ്ടോ. അപ്പോൾ മെജോറിറ്റി അല്ലെങ്കിൽ പകുതിയിൽ കൂടുതലും, മൊണോപ്പൊളി എന്ന് പറയാൻ വേണമെങ്കിൽ പകുതിയിൽ കൂടുതൽ 50+54%ഓളം US അമേരിക്കയിൽ നിന്നുള്ള യൂണിക്കോൺ കമ്പനീസുകളാണ് ഓക്യുപ്പൈ ചെയ്യുന്നത്. 54% USA അമേരിക്കയാണ് ഓക്യുപ്പൈ ചെയ്യുന്നത്. ഓക്കെ, ഡാറ്റസ് ഒന്ന് നോട്ട് ചെയ്യുക, എത്ര പെർസെൻറ്റേജാണ് വരുന്നത്. അതുപോലെ തന്നെ ബൈറ്റ് ഡാൻസ് എന്ന് പറയുന്ന കമ്പനിയാണ് ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത്. അവരുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് $225 ബില്യൺ US ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് നമുക്ക് രണ്ടാമതായിട്ട് നോക്കാനുള്ളത് ദ ഗ്ലോബൽ ടാലന്റ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ് ആണ്. ഗ്ലോബൽ ടാലന്റ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ്, അതായത് നമ്മുടെ ടാലന്റുകൾ എത്രത്തോളം പരിപോഷിപ്പിക്കുന്നുണ്ട് ഓരോ കൺട്രീസും, അതുപോലെ തന്നെ എങ്ങനെയാ എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് അപ്പോൾ എത്ര ടാലന്റ് ഉണ്ടെന്ന് മാത്രമല്ല ആ ടാലന്റുകളുടെ ക്വാളിറ്റി എന്തൊക്കെയാണ്. അപ്പോൾ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു കൺട്രി ഇതുപോലെ വളരണമെങ്കിൽ അല്ലെ കൾച്ചറലി അല്ലെങ്കിൽ പല ഹിസ്റ്റോറിക്കലി കൾച്ചറലി അല്ലെങ്കിൽ പല ട്രഡീഷണലി അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ നോക്കുന്ന സമയത്ത് അവരുടെ ആളുകളുടെ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ടാലന്റ് എത്രത്തോളം, അതായത് നമ്മുടെ ഗ്രോത്തിന്റെ ഓപ്പർച്യൂണിറ്റീസ് എത്രത്തോളം ഒരു കൺട്രിയിൽ ഉണ്ട് എന്നുള്ളത് ഈ ഒരു ഇൻഡെക്സ് വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ദ ഗ്ലോബൽ ടാലന്റ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് മെഷേഴ്സ് ഹൗ കൺട്രീസ് ഗ്രോ, അട്രാക്ട് ആൻഡ് റീറ്റെയിൻ ടാലന്റ്. എങ്ങനെയൊക്കെയാണ് കൺട്രികൾ ഇതുപോലെ രാജ്യങ്ങൾ വളരുന്നത് അല്ലെങ്കിൽ ഓരോ ടാലന്റുകൾ ഓരോ ഓപ്പർച്യൂണിറ്റീസിനെ അട്രാക്ട് ചെയ്യുന്നത്, അത് എടുക്കുന്നത്, അത് എങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ഇൻഡെക്സിൽ നമ്മൾ. അപ്പോൾ ഈ പാരാമീറ്റേഴ്സിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ കണക്കെടുക്കുന്നുണ്ടാവുക. ഈ ഡാറ്റ ആരാണ് പബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണ് പുറത്തു വിടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാ? ഇൻസീഡ് എന്ന് പറയുന്ന കമ്പനിയാണ് അല്ലെ. പ്രസ്റ്റീജിയസ് ചെയിൻ ഓഫ് ബിസിനസ് സ്കൂൾസ് ഇൻസീഡ് ആണ് ഈ ഒരു ഡാറ്റ പുറത്തുവിടുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താ? ഇത് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി, എന്താ അതിന്റെ ഡെഫിനേഷൻ അല്ലെങ്കിൽ അത് എന്താന്നുള്ളത് അറിഞ്ഞിരുന്നാൽ മതി. ആരാ പബ്ലിഷ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻസീഡ് എന്ന് പറയുന്ന പബ്ലിക്കേഷനാ. ഇനി എന്താ? ഇതിൽ തന്നെ 2 സബ് ഇൻഡിസസുകൾ അല്ലെങ്കിൽ 2 സബ് പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് മെഷർ ചെയ്യുന്നത്, ടാലന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു ഇൻപുട്ട് കൊടുത്താലേ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ അല്ലെ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഇൻപുട്ട് അല്ലെ നമ്മളൊരു എഫേർട്ട് ഇട്ടാലാണ് നമുക്ക് പഠിച്ച് അതിൻ്റെതായിട്ടുള്ള ഔട്ട്കം നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്ന 2 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് ഈ ഗ്ലോബൽ ടാലന്റ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇൻപുട്ട് എന്താ, ഔട്ട്പുട്ട് എന്താ? ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് മെഷേഴ്സ് റെഗുലേറ്ററി ആൻഡ് ബിസിനസ് എൻവിറോൺമെന്റ്സ്. അപ്പൊ ബിസിനസ് എൻവിറോൺമെന്റ്സ് എങ്ങനെയൊക്കെ ഉണ്ട്, അത് എങ്ങനെയൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത്, അതെങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്റ്റെപ്സ് ബീങ് ടേക്കൺ ടു ഫോസ്റ്റർ ടാലന്റ് ആൻഡ് റീറ്റെയിൻ ഇറ്റ്. അപ്പോൾ ഓരോ നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഓരോ രാജ്യത്തെയും ബിസിനസ് എൻവിറോൺമെന്റുകൾ എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ വർക്ക് സെക്ടേഴ്സ് എങ്ങനെയൊക്കെയാണ്, അവിടുത്തെ ആളുകൾക്ക് ഇതേപോലെ അവരുടെ ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കാൻ എത്രത്തോളം കഴിയുന്നുണ്ട്, എത്രത്തോളം റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം ഗ്രോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാ ഇൻപുട്ട് എന്ന് പറയുന്ന സബ് ഇൻഡിസിൽ നമ്മൾ അല്ലെങ്കിൽ സബ് ഇൻഡിസിസ് എന്ന് പറയുന്ന സമയത്ത് സബ് പാരാമീറ്റർ ആയിട്ട്
ഇൻപുട്ടിൽ നമ്മൾ ഈ കാര്യങ്ങളെ മെഷർ ചെയ്യുന്നത്. ഔട്ട്പുട്ടിലോ, ഔട്ട്പുട്ട് എന്ന് പറയുന്ന സമയത്ത് അതിന്റെ ഔട്ട്കം അല്ലെ, നമുക്ക് എല്ലാ തരത്തിലുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അത് ഉപയോഗിച്ചുകൊണ്ട് എത്രത്തോളം അവർ ഗ്രോ ചെയ്യുന്നു, എത്രത്തോളം അവർ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ഔട്ട്കമ്മിൽ അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ ആ ക്വാളിറ്റി, ആ ടാലന്റിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസിന്റെ ക്വാളിറ്റി ആണ് നമ്മൾ ഔട്ട്പുട്ടിൽ മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇത് തിയറി പാർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ 2 പോയിന്റ്സും പറഞ്ഞിരിക്കുന്നത്. സോ ഔട്ട്പുട്ട് മെഷേഴ്സ് ക്വാളിറ്റി ഓഫ് ടാലന്റ്. ക്വാളിറ്റി ഓഫ് ടാലന്റ് ആണ് ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഡാറ്റയിലേക്ക് പോവാം. ഹൈലൈറ്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം നമുക്ക്. എന്തൊക്കെയാ? 10ാമത്തെ എഡിഷൻ ആണ് 2023 പുറത്തുവിട്ടിട്ടുള്ളത്. അപ്പൊ എഡിഷന്റെ നമ്പർ അല്ലെങ്കിൽ അത് എത്രാമത്തെ എഡിഷൻ ആണെന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കണം. 10ാമത്തെ എഡിഷൻ ആണ് 2023 പുറത്തുവിട്ടിട്ടുള്ളത്. ഏകദേശം 134ഓളം കൺട്രീസിന്റെ കണക്കുകൾ നമ്മൾ എടുത്തിരുന്നു. വേൾഡിലെ തന്നെ ഡിഫറെന്റ് കൺട്രീസ് 134 ഇതുപോലെ ബിസിനസ് എൻവയോൺമെന്റുകൾ ഏതൊക്കെയാണ്, ഇൻകം, ഔട്ട്പുട്ട്, ഇൻപുട്ട്, ഔട്ട്പുട്ട് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അതെല്ലാം വെച്ചിട്ടാണ് ഇവരിത് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം എന്താ. സിംഗപ്പൂർ, സ്വിറ്റ്സർലൻഡ് ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർ എമംഗ് ദി ടോപ്പ് 3 കൺട്രീസ്. അപ്പൊ ആദ്യത്തെ 3 നമ്മൾ ഈ ഗ്ലോബൽ ടാലന്റ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സ് പറയുമ്പോൾ ആദ്യത്തെ 3 പൊസിഷൻ ആരൊക്കെയാ? 1 സിംഗപ്പൂർ, 2 സ്വിറ്റ്സർലൻഡ്, 3ാമത്തേതോ ടോപ്പ് 3 പഠിച്ചു വെക്കണം, അമേരിക്ക, USA. ഓക്കെ, ആദ്യത്തെ 3 പൊസിഷൻസ് ഇമ്പോർട്ടൻ്റാ. സിംഗപ്പൂർ, അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡ്, US. ഇനി എന്താ പറയുന്നത്? ഇനി ഡെൻമാർക്ക്, നെതർലാൻഡ്സ്, ഫിൻലാൻഡ്, നോർവേ, സ്വീഡൻ ആൻഡ് UK. ബാക്കിയുള്ള പൊസിഷൻ പറയുന്നത് ആദ്യത്തെ 10 ആദ്യത്തെ ടോപ്പ് 10 ലിസ്റ്റിൽ. അപ്പൊ ആദ്യത്തെ 3 നമ്മൾ പറഞ്ഞു, അത് ഇമ്പോർട്ടൻ്റാ. ഇനി കുറച്ചുകൂടി പഠിക്കാൻ പറ്റുന്നവർ എന്ത് ചെയ്യുക? ആദ്യത്തെ 10 കൺട്രീസിന്റെ പേരുകൾ കൂടെ നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. ഏതൊക്കെയാ? ഡെൻമാർക്ക്, അതുപോലെ നെതർലാൻഡ്സ്, ഡെൻമാർക്ക്, നെതർലാൻഡ്സ്, ഫിൻലാൻഡ്, നോർവേ, ഓസ്ട്രേലിയ, സ്വീഡൻ, UK. ഓക്കെ, സ്വീഡൻ ആൻഡ് UK. ഇനി അപ്പൊ നമ്മൾ ഗ്ലോബൽ ടോട്ടൽ ലിസ്റ്റ് പറഞ്ഞു. ബാക്കി കൺട്രീസിന്റെ പൊസിഷൻസ് എന്താ, അല്ലെങ്കിൽ ആദ്യത്തെ ടോപ്പ് 10 ആരൊക്കെയാണ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി നമ്മുടെ ഇന്ത്യ എവിടെയാണ് കിടക്കുന്നത്? ഇന്ത്യയുടെ. അപ്പൊ 134 കൺട്രീസ് നമ്മൾ കണക്കെടുത്തിരിക്കുന്നത്. അതിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 103ാമത്തെ റാങ്കിലാണ് ഇന്ത്യ ഒക്യുപ്പൈ ചെയ്യുന്നത്. അപ്പൊ എന്താ? ദ വേഴ്സ്റ്റ് എമംഗ് ദാറ്റ് ഓഫ്, അതായത് ബ്രിക്സ് കൺട്രികൾ മാത്രം നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും മോശം റാങ്ക് നമ്മുടെ ഇന്ത്യക്കാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ടാലന്റിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാനോ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനോ ഇന്ത്യയിലെ എൻവയോൺമെന്റ്സ് അല്ലെങ്കിൽ വർക്ക് സെക്ടറിലെ എൻവയോൺമെന്റ്സിന് പറ്റുന്നില്ല എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. ബ്രിക്സ് കൺട്രികൾ മാത്രം എടുക്കുകയാണെങ്കിൽ ചൈനയാണ് ടോപ്പിൽ നിൽക്കുന്നത്. ചൈന റിമെയിൻസ് അറ്റ് ദ ടോപ്പ് ഓഫ് ദി ബ്രിക്സ് ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് അറ്റ് റാങ്ക് 40. അപ്പൊ ടോട്ടൽ ഈ പറഞ്ഞ 1, 2, 3 ഗ്ലോബൽ ലിസ്റ്റ് എടുക്കുമ്പോൾ ചൈനയുടെ റാങ്ക് 40 വരുന്നത്. 40ാമതാണ് ചൈനയുടെ റാങ്ക് വരുന്നത്. പക്ഷെ ബ്രിക്സ് കൺട്രികൾ മാത്രം എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് റാങ്ക് ആണ് നമ്മുടെ ഈ ചൈനയ്ക്ക് വരുന്നത്. ബ്രിക്സ് കൺട്രികളിൽ ഏറ്റവും മോശം അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് ടോപ്പ് അതായത് ബോട്ടമിൽ നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യയാണ്. ഗ്ലോബൽ റാങ്ക് 103, ബ്രിക്സ് കൺട്രിയിൽ ഏറ്റവും താഴത്താണ് നിൽക്കുന്നത്. പിന്നെ ബാക്കി റഷ്യയുടെ റാങ്ക് എത്ര? ഗ്ലോബൽ റാങ്ക് എന്ന് പറയുന്നത് ബ്രിക്സ് കൺട്രികളിൽ ബാക്കി നമ്മൾ ചൈനയുടെ പറഞ്ഞു, അതേപോലെ റഷ്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 52ാമത്തെയാ. സൗത്ത് ആഫ്രിക്ക 68, സൗത്ത് ആഫ്രിക്ക 68ാമത്തെ റാങ്ക്, ബ്രസീൽ 69. അപ്പൊ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എവിടെയാ? 103ാമതാ, താഴത്തെ കിടക്കുന്നത്. അപ്പൊ എന്താ പറയുന്നത്? ബ്രിക്സ് കൺട്രികളിൽ ഏറ്റവും മോശം റാങ്ക് നമ്മുടെ ഇന്ത്യക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയും മേ ബി ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്ത് വരാൻ പറ്റും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത് നോക്കിയത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. മൂന്നാമത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എംപ്ലോയി വെൽബീങ് സർവേ. എംപ്ലോയി വെൽബീങ് സർവേ ഇതേ പറഞ്ഞ പോലെ തന്നെ ഈ വർക്ക് സെക്ടറുകളിൽ ഓരോ എംപ്ലോയീസ് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെ, വർക്കേഴ്സ് എന്ന് പറയുന്നത് എത്രത്തോളം അവർ അതിന്റെ എന്താ പറയാ സ്ട്രെസ്സുകൾ മാനേജ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് എങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്, ഏതൊക്കെ കാര്യങ്ങളെ ആണ് അഫക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയൊക്കെ അത് ഇന്റർകണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് എംപ്ലോയി വെൽബീങ് സർവേയിൽ പറയുന്നത്. നമുക്ക് നോക്കാം. സർവേ കണ്ടക്ടഡ് ബൈ, ആരാ കണ്ടക്ട് ചെയ്യുന്നത്? അപ്പോൾ ഓരോ സർവേകളും ഓരോ ഇൻഡെക്സുകളും പബ്ലിഷ് ചെയ്യുന്ന ജേർണൽ ഏതാ, അല്ലെങ്കിൽ ആരാണ് പുറത്തു വിടുന്നത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സർവേ കണ്ടക്ടഡ് ബൈ ദി മക്കിൻസി ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട്. മക്കിൻസി ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഈ ഒരു കണക്ക് പുറത്തുവിടുന്നത്. സോ മെന്റൽ ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്തിനെ പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, മേ ബി ഒരു പടിക്ക് മുൻപിൽ. സോ എംഫസൈസിങ് ഫാക്ടേഴ്സ് സച്ചാസ് എന്തൊക്കെയാ? ഫിസിക്കൽ ഹെൽത്ത് നോക്കും, മെന്റൽ ഹെൽത്ത് നമ്മൾ നോക്കും, അതേപോലെ തന്നെ സോഷ്യൽ ഹെൽത്ത് അല്ലെങ്കിൽ സോഷ്യൽ വെൽബിങ്, എങ്ങനെയൊക്കെയാ ആളുകളുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത്, സോഷ്യൽ ആൻഡ് ഓൾസോ സ്പിരിച്വൽ ഹെൽത്ത്. ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ ആൻഡ് ഓൾസോ സ്പിരിച്വൽ ഹെൽത്ത്, ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് നോക്കുന്നത്. ഇന്നെന്താ പറയുന്നത്?
ഇന്ത്യ ഹാസ് ദി സെക്കൻഡ് ബെസ്റ്റ് എംപ്ലോയി. കണ്ടോ, ഇന്ത്യക്ക് രണ്ടാമതാണ് സെക്കൻഡ് ബെസ്റ്റ് എംപ്ലോയി വെൽബീങ്. അപ്പൊ ടോട്ടൽ ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇന്ത്യക്ക് ഏകദേശം രണ്ടാമത്തെ പൊസിഷൻ അല്ലെ, 76%. സോ ഇന്ത്യ 76% ഇൻ ദ വേൾഡ്, പ്രൊസീഡഡ് ബൈ തുർക്കി സ്കോറിംഗ് ദി ഹയസ്റ്റ്. അപ്പൊ ഒന്നാമത്തെ പൊസിഷനിൽ വരുന്നത് തുർക്കിയ 78%. രണ്ടാമത്തെ പൊസിഷനിൽ വരുന്നത് നമ്മുടെ ഇന്ത്യയാണ് വിത്ത് 76%. ഇനി ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് റാങ്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ മൊത്തം ലിസ്റ്റുകളിൽ ഏറ്റവും താഴത്ത് കിടക്കുന്നത് നമ്മുടെ ജപ്പാനാണ്. ജപ്പാൻ. അപ്പൊ അവിടെയുള്ള ആളുകൾ ഇതുപോലെ ഇതെല്ലാം മാനേജ് ചെയ്യുന്നതിൽ കുറച്ച് പുറകിലേക്കാണെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ജപ്പാൻ ഹാസ് ബീൻ റാങ്ക്ഡ് ദ ലോവസ്റ്റ് അല്ലെ, 25% വരുന്നത് ലോവസ്റ്റ്, ഹാവിംഗ് സ്കോർഡ് 25%. ഇനി എന്താ, ചൈന തേർഡ് പ്ലേസ് വിത്ത് സ്കോർ ഓഫ് 75%. അപ്പോൾ ആദ്യത്തെ തുർക്കി, രണ്ടാമത് ഇന്ത്യ 76%, മൂന്നാമത്തേത് ചൈന വിത്ത് 75%. ഏറ്റവും താഴെ ആരാന്ന് വെച്ചാൽ ആരാന്ന് പറയാ, ജപ്പാൻ 25% അല്ലെ, 25%. ഏറ്റവും താഴെ കിടക്കുന്നത് ജപ്പാനാണ്. സോ വർക്കിൽ അല്ലെങ്കിൽ അവരുടെ വർക്ക് ലോഡ് കൂടുതലാണ്, അവർക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ ബാക്കി കൺട്രീസിനേക്കാളും കുറച്ചുകൂടി നല്ല മെത്തേഡുകൾ അവർ അഡോപ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി എല്ലാ കൺട്രീസിന്റെയും ടോട്ടൽ കൺട്രീസിനെ എടുത്തിട്ട് അതിന്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 57% ഗ്ലോബൽ ആവറേജ് എന്ന് പറയുന്നത്. സോ ഗ്ലോബൽ ആവറേജ് പഠിക്കുക, ആദ്യത്തെ 3 പൊസിഷൻ പഠിക്കുക, ഏറ്റവും ബോട്ടത്തിൽ ആരാ കിടക്കുന്നതെന്നും പഠിക്കണം. ഗ്ലോബൽ ആവറേജ് എന്ന് പറയുന്നത് 57%. മൊത്തം കൺട്രികളുടെ ലിസ്റ്റ് എടുത്ത് ഇതേപോലെ എല്ലാം എടുത്ത് നമ്മൾ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഏകദേശം 57% വരും. അടുത്ത ഇൻഡെക്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ വരാന്ത റേസിന്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് ക്ലാസ്സുകളാണ്. തിയറി കൺസെപ്റ്റ് എല്ലാം നമ്മൾ ക്ലാസ്സുകളിൽ ടീച്ചേഴ്സിന്റെ ഹെൽപ്പോട് കൂടെ കവർ ചെയ്യുന്നു. സെക്കൻഡ് എന്ന് പറയുന്നത് കുട്ടികൾ കൺസെപ്റ്റ് കുറച്ച് ക്ലിയർ ആയി പഠിച്ചു വരുന്ന സമയത്ത് കുട്ടികളെ ഗ്രൂപ്പുകളാക്കി തിരിച്ചുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്നു. മൂന്നാമതാണ് ഈ ബേസിക് സർക്കിളിൽ മൊത്തം കംപ്ലീറ്റ് ചെയ്ത ഒരു സ്റ്റുഡന്റിനെ നമ്മൾ എലിജിബിലിറ്റി ടെസ്റ്റ് കണ്ടക്ട് ചെയ്തുകൊണ്ട് എക്സ്ട്രീം ബാച്ചിലേക്ക് അലോട്ട് ചെയ്യുന്നു. എക്സ്ട്രീം ബാച്ചിൽ ഇരുന്ന് കൂടുതൽ അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസ് കുട്ടികൾ പെർഫോം ചെയ്യുന്നതായിരിക്കും. അതിനെ കൂടാതെ ഇതിനൊക്കെ പുറമെ ആയിട്ട് നമ്മൾ ഒരു അപ്കമിംഗ് എക്സാം ഉണ്ടെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തുടങ്ങുന്ന ബാച്ചുകളാണ് സൂപ്പർ ബാച്ചുകൾ എന്ന് പറയുന്നത്. അപ്പൊ GD CPO അല്ലെങ്കിൽ അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് വരുന്ന എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബാച്ചുകൾ തുടങ്ങി, എക്സ്ട്രീം ബാച്ച് സൂപ്പർ ബാച്ചുകൾ തുടങ്ങി നമ്മൾ അവിടെ അതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്നു. അഞ്ചാമത് റിപ്പ് ഇന്റൻസ് മോക്ക് സെക്ഷൻസ് ആണ്. ഇതുപോലെ ടൈമിനനുസരിച്ച് കുട്ടികൾ എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളതാണ് റിപ്പിൽ നമ്മൾ കൊടുക്കുന്ന കോച്ചിങ്. ആറാമത് എന്താ, ഈ ടയർ 1 ടയർ 2 എല്ലാം ക്വാളിഫൈ ചെയ്ത ഒരു സ്റ്റുഡന്റിന് ഇതുപോലെ എന്താ ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു കടമ്പ കൂടി ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ റേസ് അവിടെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. മോക്ക് ഇന്റർവ്യൂസ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ റേസിന്റെ ഒപ്പം നിങ്ങൾക്ക് പഠിക്കാൻ, അതുപോലെ തന്നെ ഗവൺമെന്റ് ജോലി എന്ന് പറയുന്ന സ്വപ്നം നിങ്ങൾക്ക് നേടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ 2 നമ്പറുകളിൽ ഏതിൽ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഓഫ്ലൈൻ ബാച്ചുകൾ പ്രിഫർ ചെയ്യുന്നവർക്ക് ഈ നമ്പറും, ഓൺലൈൻ ബാച്ചുകൾ പ്രിഫർ ചെയ്യുന്നവർക്ക് ഈ നമ്പറും കോൺടാക്ട് ചെയ്യാം. അടുത്ത ഇൻഡെക്സ് നോക്കാം. നാലാമത് നമ്മൾ നോക്കാനുള്ളത് ഗ്ലോബൽ പെൻഷൻ ഇൻഡെക്സ് ആണ്. ഗ്ലോബൽ പെൻഷൻ ഇൻഡെക്സ്. അപ്പൊ പെൻഷൻ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് ഇതുപോലെ പെൻഷൻ ആവുന്ന സമയത്ത് അവിടുത്തെ പെർഫോമൻസ് എന്തൊക്കെയാണെന്നുള്ളതാ ഈ ഗ്ലോബൽ പെൻഷൻ ഇൻഡെക്സിൽ നമ്മൾ നോക്കുന്നത്. സോ അക്കോർഡിംഗ് ടു ദി എത്രാമത്തെ എഡിഷൻ ആണ്, 15th ആനുവൽ 15ാമത്തെ എഡിഷൻ ആണെന്നുള്ളത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തോ MCGPI ആണ് പുറത്തുവിടുന്നത്. ഏത് പബ്ലിക്കേഷൻ അല്ലെങ്കിൽ ഏത് അതോറിറ്റി ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് MCGPI. അപ്പൊ അതിന്റെ ഫുൾ ഫോമും കൂടെ നിങ്ങളൊന്ന് നോക്കുക. എന്താ, മെർസർ CFA ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്ലോബൽ പെൻഷൻ ഇൻഡെക്സ്. ഗ്ലോബൽ പെൻഷൻ ഇൻഡെക്സ് എന്നുള്ളതാ അതിന്റെ ഫുൾ നെയിം അല്ലെങ്കിൽ ഫുൾ ഫോം എന്ന് പറയുന്നത്. സോ MCGPI അതുകൂടി പഠിക്കുക. സോ ഇന്ത്യയുടെ മൊത്തം ഒരു 47 കൺട്രീസിന്റെ അവർ കണക്കെടുത്തിരിക്കുന്നത്, അതിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 45th. സോ 45th ഔട്ട് ഓഫ് 47 കൺട്രീസ്. സോ പിന്നെന്താ പറയുന്നത്, ഇനി അവരുടെ ഇൻഡെക്സ് നമ്മുടെ വാല്യൂ എത്രയാണെന്നും കൂടി ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്ത്യസ് ഓവറോൾ ഇൻഡെക്സ് വാല്യൂ ഇൻക്രീസ്ഡ് ഫ്രം, അപ്പൊ 2022 കണക്കിൽ നിന്ന് 2023 കണക്കിലേക്ക് പോകുന്ന സമയത്ത് എത്രത്തോളം അവിടെ ഇൻക്രിമെന്റ് ഉണ്ടായെന്ന് ചോദിച്ചാൽ 44.4 നിന്നും 45.9 എന്ന് പറയുന്ന ആ ഇൻഡെക്സ് വാല്യൂ പറയുന്നത്, അത് റാങ്ക് അല്ല. റാങ്ക് എന്ന് പറയുന്നത് 45 47 കൺട്രീസിന്റെ കണക്കെടുത്തു. 45ാമത്തെ റാങ്കിലാണ് ഇന്ത്യ നിൽക്കുന്നത്. ഇനി കണക്കുകൾ പറയുകയാണെങ്കിൽ 2022 കണക്കും 2023 കണക്കും കൂടി ഒരു കമ്പാരിസൺ വെക്കുകയാണെങ്കിൽ 2022 44.4 ആയിരുന്നു നമ്മുടെ ഈ പറയുന്ന ഗ്ലോബൽ പെൻഷൻ ഇൻഡെക്സ് എന്ന് പറയുന്ന ആ ഒരു വാല്യൂ എന്ന് പറയുന്നത്. 2023 ആയപ്പോൾ അത് കുറച്ചുകൂടി എത്രയായി, 45.9. സോ നമുക്ക് ഇന്ത്യക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ട്, പക്ഷെ എങ്കിൽ കൂടെ 47 കൺട്രീസിൽ 45ാമത് നമ്മുടെ ഇന്ത്യ കിടക്കുന്നുള്ളൂ. ഓക്കെ, ഇനി ആരൊക്കെയാ ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ ആയിരിക്കാന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പൊ നെതർലാൻഡ്സ് റിട്ടയർമെന്റ് ഇൻകം സിസ്റ്റം റീഗെയിൻ ദി ടോപ്പ് സ്പോട്ട് ഇൻ ദി ലിസ്റ്റ്. അപ്പൊ ഒന്നാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് നെതർലാൻഡ് ആണ്.
ഫസ്റ്റ് പൊസിഷൻ. സെക്കൻഡോ ഐസ്ലാൻഡ്, ഡെൻമാർക്ക്. സെക്കൻഡ് ആൻഡ് തേർഡ് പൊസിഷൻ. അപ്പോൾ ആദ്യത്തെ 3 പൊസിഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. ഒന്നാമത്തത് നെതർലാൻഡ്സ്, 2 ഐസ്ലാൻഡ്, മൂന്നാമത്തേത് ഡെൻമാർക്ക്. ഇനി ഇന്ത്യയുടെയോ? ഇന്ത്യ എവിടെ കിടക്കുന്നത്? 45th ഔട്ട് ഓഫ് 47. ഓക്കെ, 45th ഔട്ട് ഓഫ് 47 കൺട്രീസിൽ 45th ആണ് ഇന്ത്യയുടെ പൊസിഷൻ. അപ്പൊ ഇന്ത്യയുടെ പൊസിഷൻ പഠിക്കണം. അതുപോലെ തന്നെ ആദ്യത്തെ 3 പൊസിഷനിൽ ആരാണ് വരുന്നതെന്ന് നോക്കണം. ഇനി ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നത് ആരാ? ഗ്ലോബൽ പെൻഷൻ ഇൻഡെക്സിൽ ഏറ്റവും അവസാനം 47th പൊസിഷൻ ഓക്യുപൈ ചെയ്യുന്നത് അർജന്റീനയാ. ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് 42.3. അപ്പൊ ആദ്യത്തെ 3 ഇന്ത്യയുടെ പൊസിഷൻ, നമ്മുടെ കൺട്രി ഇന്ത്യ ആയതുകൊണ്ട്. അതുപോലെ ഏറ്റവും താഴത്ത് ബോട്ടം ആരാ? അർജന്റീനയാണ് ബോട്ടം. സോ അവരുടെ പെൻഷൻ ഇൻഡെക്സ് അല്ലെങ്കിൽ പെൻഷൻ ആ ഒരു പ്ലാൻ എന്ന് പറയുന്നത് അത്രത്തോളം നല്ലതല്ല അല്ലെ. ഏറ്റവും ലാസ്റ്റ് എടുക്കുന്നത് 42.3 ആണ് ഇൻഡെക്സ് വാല്യൂ. 42.3 ആണ് ഇൻഡെക്സ് വാല്യൂ. ഇന്ത്യയുടെ എത്രയാ 2023 45.9. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ചോദിക്കുമെന്ന് അറിയില്ല, പക്ഷെ ചോദിക്കില്ലായിരിക്കും. കഴിഞ്ഞ വർഷത്തെ എന്ന് പറയുന്നത് 44.4 45.9 അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇൻഡെക്സ് വാല്യൂ നമ്മുടെ ഇന്ത്യയുടെയും പഠിച്ചു വെക്കുക, അതുപോലെ തന്നെ അർജന്റീനയുടെയും പഠിച്ചു വെക്കുക. 42.3. ഓക്കെ, അടുത്തത് എന്താ? സിംഗപ്പൂർ റിട്ടേൺസ് ഇറ്റ്സ് ടോപ്പ് പൊസിഷൻ എമംഗ് ഏഷ്യൻ കൺട്രീസ്. ഇനി ഏഷ്യൻ കൺട്രീസിനെ മാത്രം പട്ടികപ്പെടുത്തുക. നമ്മൾ ടോപ്പ് ഗ്ലോബൽ ലിസ്റ്റ് എടുക്കുമ്പോൾ ആദ്യത്തെ 3 പൊസിഷൻ പറഞ്ഞിരുന്നു, നെതർലാൻഡ്, ഐസ്ലാൻഡ്, ഡെൻമാർക്ക്. ഇനി എന്താ പറയുന്നത്? ഏഷ്യൻ കൺട്രീസിനെ മാത്രം. നമ്മൾ നേരത്തെ ബ്രിക്സ് കൺട്രീസിനെ മാത്രം കാറ്റഗറൈസ് ചെയ്തതുപോലെ തന്നെ ഏഷ്യൻ കൺട്രീസിനെ മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ സിംഗപ്പൂർ തന്നെയാണ് ഫസ്റ്റ് പൊസിഷൻ. ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് സിംഗപ്പൂർ ആണ്. എത്രയാ? 7th ഔട്ട് ഓഫ് 47. അപ്പൊ ഗ്ലോബൽ ലിസ്റ്റ് എടുക്കുമ്പോൾ സിംഗപ്പൂരിന്റെ റാങ്ക് 7ാമതാണ് കിടക്കുന്നത്. ഏഷ്യൻ കൺട്രീസിന്റെ ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് സിംഗപ്പൂരിന്റെ റാങ്ക് ഫസ്റ്റ് പൊസിഷനിലാണ് കിടക്കുന്നത്. ഓക്കെ, ഇനിയോ ഹോങ്കോങ് സെക്യൂർസ് സെക്കൻഡ് സ്പോട്ട്. അപ്പൊ ഏഷ്യൻ കൺട്രീസിന്റെ മാത്രം ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒന്നാമത് സിംഗപ്പൂർ കിടക്കുന്നുണ്ട്, രണ്ടാമത് ഹോങ്കോങ്, തേർഡ് പൊസിഷനോ ജപ്പാൻ, മൂന്നാമത് ജപ്പാൻ ആണ് കിടക്കുന്നത്. ഇനി എന്താ? ബാക്കി നമ്മൾ ഇങ്ങനെ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ഉണ്ടാവുമല്ലോ. നമ്മൾ ഒരു കാര്യം, ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു റിസർച്ച് സർവേ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി മെഷർമെന്റ്സ് എടുക്കുക, അല്ലെങ്കിൽ ഒത്തിരി പാരാമീറ്റേഴ്സ് നമ്മൾ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മളൊരു കാര്യം നമ്മൾ എണ്ണ തിട്ടപ്പെടുത്തുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള 2 സബ് ഇൻഡെക്സസ്, അതായത് അഡ്വക്കസി എടുക്കുകയാണെങ്കിൽ അഡ്വക്കസിയിൽ നമ്മുടെ ഇന്ത്യയുടെ വാല്യൂ, ഇൻഡെക്സ് വാല്യൂ എത്ര വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. എല്ലാത്തിന്റെയും അറിഞ്ഞിരിക്കരുത്, പക്ഷെ ഇതുപോലെ അഡ്വക്കസിയുടെ അറിയണം, സസ്റ്റൈനബിലിറ്റി, അതുപോലെ തന്നെ ഇന്റഗ്രിറ്റി. അഡ്വക്കസിയുടെ ഇൻഡെക്സ് വാല്യൂ വരുന്നത് 41.9 ആണ്. അഡിക്വസി 41.9 ആണ്. അതുപോലെ സസ്റ്റൈനബിലിറ്റി വരുന്നത് 43.0. സസ്റ്റൈനബിലിറ്റി 43.0. ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് എത്രയാ? ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് 56.5 ആണ്. ഇന്റഗ്രിറ്റി 56.5. അപ്പൊ ഈ 3 സബ് ഇൻഡിസസ് അല്ലെങ്കിൽ 3 സസ്റ്റൈനബിലിറ്റി, അഡിക്വസി, അതുപോലെ തന്നെ ഇന്റഗ്രിറ്റി, അതിന്റെ ഇന്ത്യയുടെ വാല്യൂ എത്രയാണെന്നുള്ളതും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാമത്തേത് ഗ്ലോബൽ ഹങ്ങർ ഇൻഡെക്സ്. എത്രത്തോളം പട്ടിണി, ദാരിദ്ര്യം അതൊക്കെയായിട്ട് എങ്ങനെ രാജ്യങ്ങൾ പൊരുത്തപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഗ്ലോബൽ ഹങ്ങർ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഇത് മെഷർ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാ? ഇതുപോലെ 4 ഡിഫറെന്റ് സബ് ഇൻഡെക്സസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അഡിക്വസി, സസ്റ്റൈനബിലിറ്റി, ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞില്ലേ. അതേപോലെ തന്നെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സ്, സബ് പാരാമീറ്റേഴ്സുകളാണ് എന്തൊക്കെ? അണ്ടർ നോറിഷ്മെന്റ് എത്രയിട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ ചൈൽഡ് സ്റ്റണ്ടിങ്, അപ്പൊ അണ്ടർ നോറിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ മിനറൽസ്, ന്യൂട്രിയൻസ്, വൈറ്റമിൻസ് അല്ലെ തുടങ്ങിയ കാര്യങ്ങളൊന്നും, എസെൻഷ്യൽ ആയിട്ടുള്ള എലമെന്റ്സ് ഒന്നും കിട്ടാതാവുന്നത് തന്നെയാണ് അണ്ടർ നോറിഷ്മെന്റ് എന്ന് പറയുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ചൈൽഡ് സ്റ്റണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഏജിനനുസരിച്ച് ആവശ്യമുള്ള ഹൈറ്റ്, പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഹൈറ്റ് വരാതിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചൈൽഡ് സ്റ്റണ്ടിങ് എത്രത്തോളം ഉണ്ടെന്ന് ഇതുപോലെ കുട്ടികളുടെ എണ്ണം എടുത്തിട്ട് ഹൈറ്റ് ഒക്കെ മെഷർ ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. മൂന്നാമതോ ചൈൽഡ് വാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ വെയിറ്റ്, ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആണ് ചൈൽഡ് വാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റ്, മരിക്കുന്ന കണക്കെടുപ്പ്, ഓക്കെ, മോർട്ടാലിറ്റി റേറ്റ്. അപ്പൊ ഈ 4 സബ് പാരാമീറ്റേഴ്സുകൾ ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മുടെ GHI എന്ന് പറയുമ്പോൾ ഗ്ലോബൽ ഹങ്ങർ ഇൻഡെക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം, നമ്മൾ കണക്കിലേക്ക് പോവാം. അപ്പോൾ ഗ്ലോബൽ GHI സ്കോർ ഓഫ് 18.3. അപ്പൊ GHI എന്ന് പറയുന്നത് 18.3 ആണ്
മോഡറേറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ ഈ GC നമ്മൾ ഈ 4 പാരാമീറ്റേഴ്സ് പറഞ്ഞല്ലോ, ആ 4 പാരാമീറ്റേഴ്സും കണ്ടുപിടിച്ചത് സം എടുക്കുമ്പോൾ 18.3യോട് അടുത്ത് വരികയാണെങ്കിൽ അതെന്താ, അത് മോഡറേറ്റ് ആണ്, കുഴപ്പമില്ല, കൺസിഡേർഡ് മോഡറേറ്റ് വാല്യൂ ആയിട്ടാ. പക്ഷെ എന്താ ഇപ്പോ അതിനുശേഷം ഈ മോഡറേറ്റ് വാല്യൂ ആയി നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് കണക്കാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും 2022 അല്ലെങ്കിൽ 2023 വർഷങ്ങൾ കൂടുന്തോറും അതിൽ നിന്ന് താഴേക്ക് നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന ഒരു ഗ്ലോബൽ കണക്കെടുപ്പ് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഫ്രം 2017 to 2023 the number of undernourished people ballooned from 572 million to a staggering 735 million. അതായത് എന്താ, ആവശ്യത്തിന് ന്യൂട്രിയൻസ് കിട്ടാതെ വരുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2017 നിന്നും 2023 വരുന്ന സമയത്ത് ഏകദേശം എത്ര മില്യണാണ് കൂടിയിരിക്കുന്നത്? 572 മില്യൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 572 മില്യൺ എന്ന് പറയുന്ന ആ ഒരു കണക്കിൽ നിന്നും ഇപ്പൊ എത്രയിലേക്ക് കൂടി? 735 മില്യൺ ആയിട്ട് അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെ ഫാക്ടേഴ്സ് അതിന് കാരണമായി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചുകൾ അല്ലെങ്കിൽ യുദ്ധങ്ങൾ വരുന്ന സമയത്ത് പട്ടിണികൾ കൂടും, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും, പാൻഡമിക്സ് വരും, അതുപോലെ തന്നെ ഉക്രൈൻ വാർ, കഴിഞ്ഞ വർഷം ഉക്രൈൻ വാർ, അതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള വാറുകൾ, അതുപോലെ തന്നെ എക്കോണമിക് ടെർമോയിൽസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതുപോലെ നമ്മൾ സീറോ ഹങ്കർ എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റാതെ നമുക്ക് പോകുന്നത് ഈ തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പൊ കാര്യങ്ങൾ ഇഷ്യൂസ് ഒന്നും അറിഞ്ഞിരിക്കേണ്ട, കണക്ക് നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. മോഡറേറ്റ് ആയിട്ട് കണക്കാക്കുന്ന വാല്യൂ 18.3 അതിൽ നിന്ന് നമ്മൾ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഏകദേശം അണ്ടർ നൗറിഷ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കണക്ക് എന്ന് പറയുന്നത് ഏകദേശം 572 മില്യണിൽ നിന്നും 735 മില്യൺ ആയിട്ട് കൂടിയിരിക്കുക. ഇനി നമ്മുടെ ഇന്ത്യയുടെ പെർഫോമൻസ്, ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നോക്കണ്ടേ. അപ്പൊ ഇന്ത്യ ഒരു നല്ലൊരു ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് മോശം റാങ്കാ. നമ്മൾ 125 കൺട്രീസിന്റെ ലിസ്റ്റുകളാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 125 കൺട്രീസിന്റെ ഇതുപോലെ ഹങ്കർ ഇൻഡെക്സ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൽ 111ാമത്തെ പൊസിഷനിലാണ് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത്. 111ാമത്തെ പൊസിഷനാണ് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സെവിരിറ്റി ഓഫ് ഹങ്കർ ഇന്ത്യസ് GC സ്കോർ എത്രയായിരുന്നു? 28.7. അപ്പൊ 18 ആയിരുന്നു. നമ്മൾ 18 പോയിന്റ് അല്ലേ നമ്മൾ എന്തെന്ന് പറഞ്ഞത്, മോഡറേറ്റ് വാല്യൂ 18.9 എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ വാല്യൂ എന്ന് പറയുന്നത് 28.7. അപ്പൊ മോഡറേറ്റ് ആയിട്ട് കണക്കാക്കുന്ന വാല്യൂവിനേക്കാൾ ഒത്തിരി കൂടുതലാ ഈ പറയുന്ന 28.7 എന്ന് പറയുന്ന ഇന്ത്യയുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇത് സീരിയസ് ലെവൽ ഓഫ് ഹങ്കർ, അതായത് ദാരിദ്ര്യം നമ്മുടെ ഇന്ത്യയിൽ ഒത്തിരി ഉണ്ടെന്നാണ് അത് പറയുന്നത്. ഇനി എന്താ, നമ്മുടെ നെയ്ബറിംഗ് കൺട്രീസിന്റെ റാങ്കുകൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ 102ാമത്തെ. അപ്പൊ നമ്മുടെ നെയ്ബറിംഗ് കൺട്രീസ് ആയിട്ടുള്ള പാകിസ്ഥാൻ പോലും നമ്മളെക്കാൾ മുൻപിലാണ് നിൽക്കുന്നത്. 102ാമത്തെ പൊസിഷനിലാണ് പാകിസ്ഥാൻ വരുന്നത്. അതുപോലെ ബംഗ്ലാദേശ് 81st, അതിന് മുൻപിലാ 81st റാങ്കിലാണ് ബംഗ്ലാദേശ് വരുന്നത്. അതേപോലെ നേപ്പാൾ 69th പൊസിഷൻ, ശ്രീലങ്ക 60th പൊസിഷൻ. അപ്പൊ നമ്മൾ ഇന്ത്യക്കാളൊക്കെ വളരെയധികം നല്ല പെർഫോമൻസ് ആണ് നമ്മുടെ അയൽ രാജ്യങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത്. എന്തില്? നമ്മുടെ ഹങ്കർ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ പട്ടിണി ഇന്ത്യയിൽ കുറച്ച് കൂടുതലാണ്, 111 ഔട്ട് ഓഫ് 125 കൺട്രീസ്. ഓക്കെ, പിന്നെന്താ, പക്ഷേ 2015, അപ്പൊ നമ്മളിങ്ങനെ 2015 കണക്ക് വെച്ച് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഇന്ത്യയുടെ ഡാറ്റ പറയുകയാണെങ്കിൽ എത്രയാ? ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. പണ്ട് നമുക്ക് 29.2 ആയിരുന്നു, അത്രയും മോശമായിരുന്നു. ഇപ്പൊ എന്താ, ഇപ്പൊ 28.7 ആയിട്ട് വന്നിട്ടുണ്ട്. 2023 28.7. ബട്ട് ദി ലെവൽ ഓഫ് ഹങ്കർ റിമെയിൻസ് കൺസേൺ. പക്ഷെ ചെറിയ ഇതുപോലെ ഡെസിമൽ വാല്യൂസ് ഒക്കെ കൂടിയാലും കുറഞ്ഞാലും പട്ടിണിക്ക് വലിയ മാറ്റമൊന്നുമില്ല. അത് ഇപ്പോഴും ഒരു കൺസേൺ ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. നമ്മൾ തീർച്ചയായിട്ടും ഒത്തിരി മെഷേഴ്സ് നമ്മൾ അതിനുവേണ്ടി എടുക്കേണ്ടതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മുടെ അവസാനത്തെയാണ് ഒരു ചെറിയൊരു ഇൻഡെക്സ്. എന്താ? ഡിജിറ്റൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്. അതായത് ഡിജിറ്റൽ ലൈഫ് മതി. ഇപ്പൊ എല്ലാവരും സ്മാർട്ട് ഫോൺ അല്ലേ, സ്മാർട്ട് യുഗമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ ക്വാളിറ്റി എങ്ങനെയൊക്കെയാണ് കുട്ടികൾ അല്ലെങ്കിൽ വലിയ മുതിർന്നവരാണെങ്കിൽ കൂടെ, അഡൾട്ട്സ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും എങ്ങനെ അതുമായി പൊരുത്തപ്പെട്ട് പോകുന്നു, ഓരോ രാജ്യത്തെയും ആളുകൾ എങ്ങനെയാണ് അതുമായിട്ട് മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ്, പൊരുത്തപ്പെട്ട് പോകുന്നതെന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? ഇന്ത്യ ഹാസ് ബീൻ റാങ്ക്ഡ് 52nd ഔട്ട് ഓഫ് 121 കൺട്രീസ് ഇൻ ദി ഡിജിറ്റൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് സർവേ നമ്മൾ പുറത്തു വിട്ടപ്പോൾ അല്ലെങ്കിൽ സർവേ കണക്കാക്കിയപ്പോൾ 121 കൺട്രീസിന്റെ കണക്കെടുത്ത സമയത്ത് ഇന്ത്യ ഏകദേശം 52ാമത്തെ പൊസിഷനിലാണ് വരുന്നത്. 52nd ഔട്ട് ഓഫ് 121 കൺട്രീസ്. ഓക്കെ, ഇനി ആരാ ഇത് ഈ സർവേ കണ്ടക്ട് ചെയ്തത് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സർഫ് ഷാർക്ക് ആണ് ഈ ഒരു കണക്ക് റിസർച്ച് സർവേ പുറത്തുവിട്ടിട്ടുള്ളത്. ഇന്ത്യയുടെ റാങ്ക് 52ാമതാണ്. ഇനി ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇത്, സബ് പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ് നമ്മൾ കണക്കെടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെയാ? ഇന്റർനെറ്റ് ക്വാളിറ്റി, എത്രത്തോളം ആ രാജ്യത്ത് ഇന്റർനെറ്റ് ക്വാളിറ്റി അല്ലെങ്കിൽ ലഭ്യത നമ്മൾ നോക്കും. ഇന്റർനെറ്റ് അഫോർഡബിലിറ്റി, എല്ലാ ആളുകൾക്കും അല്ലെ, ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ഹൈ, എല്ലാവർക്കും ഇത് അഫോർഡബിൾ ആണോ എന്ന് നോക്കും. അതുപോലെ തന്നെ
ഈ ഇൻഫ്രാസ്ട്രക്ചർ അതുപോലെ ഈ ഗവൺമെന്റ് ആൻഡ് ഓൾസോ ഈ സെക്യൂരിറ്റി. അപ്പോൾ ഈ തുടങ്ങിയ 5 കാര്യങ്ങളാണ് നമ്മൾ ഒരു ഡിജിറ്റൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് കണക്കാക്കുമ്പോൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ റാങ്ക് 2022 59 ആയിരുന്നു. 2023 കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, 52ാമത് എത്തിയിട്ടുണ്ട്. ഇന്റർനെറ്റ് ക്വാളിറ്റിയിൽ ഇനിയിപ്പോൾ ഓരോ പാരാമീറ്റേഴ്സും വെച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരോ സബ് പാരാമീറ്റേഴ്സ് വെച്ച് പറയുകയാണെങ്കിൽ, ഇന്റർനെറ്റ് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 16ാമതാ. 121 കൺട്രീസ് എടുക്കുമ്പോൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ 16ാമത്തെ പൊസിഷനാണ് ഓക്യുപ്പൈ ചെയ്യുന്നത്. 16ാമത്തെ പൊസിഷനാ. അതുപോലെ തന്നെ ഇൻ ടേംസ് ഓഫ് ഈ ഇൻഫ്രാസ്ട്രക്ചർ നോക്കുകയാണെങ്കിലോ, ഇന്ത്യയുടെ പൊസിഷൻ 91st. അപ്പൊ 16ാമതാണ് ക്വാളിറ്റിയുടെ കാര്യത്തില്. അതുപോലെ തന്നെയോ ഈ ഇൻഫ്രാസ്ട്രക്ചർ നോക്കുമ്പോൾ 91, അതായത് 91st ഔട്ട് ഓഫ് 121 കൺട്രീസ്. അപ്പോൾ ഈ വാല്യൂ കൂടെ ഇമ്പോർട്ടൻ്റ്, അതുകൂടെ ഒന്ന് നോക്കണം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ സെക്ഷനിലെ അവസാനത്തെ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ ബാക്കി നമ്മൾ അടുത്ത സെക്ഷനിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അതുവരെ നാഷണൽ റിപ്പോർട്ടുകളും ഇന്ന് നോക്കിയ 6 റിപ്പോർട്ടുകളും എല്ലാവരും റിവൈസ് ചെയ്യണം, നമ്മുടെ കൂടെ ഒരുമിച്ച് പഠിക്കണം. അപ്പോൾ അടുത്ത സെക്ഷനിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.